പാലക്കാടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു 3 വെറൈറ്റി ദോശ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളിന്ന് പോവല്ലേ ഉണ്ടാക്കാൻ? നമ്മളിന്ന് 3 വെറൈറ്റി ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിൽ ആദ്യം ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ദോശയാണ്. അതിൽ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് 5 പീസാക്കിയിട്ട് നന്നായി അരച്ചെടുത്തിട്ട് ആ മാവിലോട്ട് വെക്കും. ഈ ബീട്രൂട്ടിൻ്റെ കൂടെ ഒരു പച്ചമുളക്, ഒരു നുള്ളു ജീരകം, ശകലം മല്ലിയില, ഇത് കൂട്ടി നന്നായി അരച്ചിട്ട് മാവ് വയ്ക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുറി ഉരുളക്കിഴങ്ങ് ശകലം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കും. നമ്മൾ രണ്ടാമത് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ദോശയാണ്. അതിലേക്ക് വേണ്ടിയ ക്യാരറ്റും സാധനങ്ങളും നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മളൊരു 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പാതി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു കറിവേപ്പിലിൻ്റെ ഒരു തണ്ട്, പിന്നെ ഒരു നുള്ളു ജീരകം. നമ്മളിത് എടുത്തിട്ട് അരയ്ക്കാം. പക്ഷേ ഇത് അരയ്ക്കാൻ പറ്റില്ല കേട്ടോ, ഇത് ചീകിയിട്ട് തന്നെ ഇടേണ്ടതാണ്. ക്യാരറ്റ് നമുക്ക് അതിലേക്ക് അരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കിതൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ 3 വെറൈറ്റി ദോശയിലെ 3ാമത്തെ ദോശയാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമുള്ള ഐറ്റം എന്ന് പറയുന്നത് മുരിങ്ങയില വേണം, അതുപോലെ തന്നെ ചീര, കുറച്ച് ക്യാരറ്റ്, അത് ചുരണ്ടി എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ സവാള കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്. അപ്പോൾ നമുക്ക് അതിലോട്ട് മുരിങ്ങയിലയും ചീരയും നല്ലപോലെ ഒന്ന് മൈ പോലെ ഒന്ന് അരച്ചെടുക്കാം. സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ 3 വെറൈറ്റി ദോശ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് പുറമെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സോളോ പാലക്കാടാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ ചാനൽ പറഞ്ഞാൽ സോളോ പാലക്കാട്.